ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ടെക്നിക്കൽ പേജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഫില്ലർ റോഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്യാസ് വെൽഡിംഗിന്റെ ടൈപ്സ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് ഏതൊക്കെ മെത്തേഡ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ലെഫ്റ്റ് വാർഡ് മെത്തേഡും റൈറ്റ് വാർഡ് മെത്തേഡും നമ്മൾ പഠിച്ചു. അപ്പൊ ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫില്ലർ റോഡിന്റെ ആംഗിളുകളെ കുറിച്ചൊക്കെ കൃത്യമായി പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇനി നമ്മൾ എന്താണ് ഈ ഫില്ലർ റോഡുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫില്ലർ റോഡ് എന്ന് പറയുന്ന സമയത്ത് എന്തിനാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് ഫില്ലർ റോഡ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇന്ന് കേരള PSC നിന്ന് ചോദിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഇതൊന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ ക്ലാസ്സിൽ കവർ അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് നവംബർ മാസം 25-ാം തീയതിയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാം ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോവാ. ഇനി അങ്ങനെ എന്ത് ചെയ്യരുത്, ഇനിയൊരു നമ്മൾ ഉഴപ്പാണ് അവസരം ഉണ്ടാക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പാരലി തന്നെ റെക്കോർഡ് ക്ലാസ്സുകളൊന്ന് കണ്ടു തീർത്താൽ നല്ലതായിരിക്കും. അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആയതുകൊണ്ട് മേ ബി കുറച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻസും ഒന്ന് പാരലി അതിന്റെ ടെസ്റ്റ് ഒന്ന് നോക്കി പോവാ കേട്ടോ. നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മുകളിൽ വെച്ച് ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ലൈബ്രറി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പാരലി നോക്കി പോവാം. ഇനി എന്താണ് ഫില്ലർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫില്ലർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ പീസ് ഓഫ് വയർ എന്ന് നമുക്ക് പറയാം അല്ലെ. ഫില്ലർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൽഡിങ്ങിന്റെ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ക്യാവിറ്റി, ഗ്യാപ്പ്, ജോയിന്റ് ഉണ്ടാവുന്ന ഇതൊക്കെ നമുക്ക് കൃത്യമായി ഫില്ല് ചെയ്ത് കൃത്യമായി സ്ട്രെങ്ത് ആൻഡ് ഫ്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫില്ലർ റോഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, പീസ് ഓഫ് വയേഴ്സ് ഓർ റോഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡയ. ഓർത്തിരിക്കുക, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡയ ആയിരിക്കണം, സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ആയിരിക്കണം. വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ആണ്. ആൻഡ് ലെങ്ത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഒന്ന് സ്റ്റാൻഡേർഡ് ഡയ എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ്, സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഓർത്തിരിക്കുക, ഈ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ വേരി ചെയ്യുന്നത് 1 mm തൊട്ട് 6.3 mm വരെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് വേരി ചെയ്യുന്നത് 500 mm തൊട്ട് 1000 mm വരെയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണല്ലോ. അതായത് ഫില്ലർ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പീസ് ഓഫ് വയേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡയ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡയ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാം. എത്ര തൊട്ട് എത്ര വരെയാണ് സ്റ്റാൻഡേർഡ് ഡയ? 1 mm തൊട്ട് 6.3 വരെ. സ്റ്റാൻഡേർഡ് ലെങ്ത് എത്ര തൊട്ട് എത്ര വരെയാണ്? 500 തൊട്ട് 1000 വരെ. ക്ലിയർ? എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? എന്തൊക്കെയാണ്? റെഡ്യൂസ് ഓക്സിഡേഷൻ, റെഡ്യൂസ് ചെയ്യുക, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ കൺട്രോൾ ചെയ്യുക, ഹെൽപ്പ് ഇൻ ഫ്യൂഷൻ ഓഫ് ദ ജോയിന്റ് മെറ്റൽ. ഓക്കെ, കാരണം ഫില്ലർ റോഡിന്റെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഏത് മെറ്റീരിയലാണോ വെൽഡ് ചെയ്യാൻ പോകുന്നത് അതിന്റെ മെറ്റീരിയൽ കോമ്പോസിഷനുമായിട്ട് എന്ത് കണക്റ്റഡ് ആയിരിക്കണം? ഫില്ലർ റോഡിന്റെ മെറ്റീരിയൽ കോമ്പോസിഷൻ കണക്റ്റഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു യൂണിഫോം സ്ട്രെങ്ത് ആ ജോയിന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫില്ലർ റോഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ഫ്യൂഷൻ ആൻഡ് യൂണിഫോം സ്ട്രെങ്ത് അറ്റ് ദാറ്റ് പോയിന്റ്, അല്ലെങ്കിൽ ആ വെൽഡിംഗ് പോയിന്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് പഠിക്കാനുള്ളത് ഡയമീറ്റർ, ലെങ്ത്, ഇതിന്റെ ടൈപ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു 1 തൊട്ട് 6.3 വരെയാണ്. അപ്പൊ 1, 1.2, 1.6, 2, 2.5, 3.15, 4, 5, 6.3 ഓരോ വാല്യൂസിന് ചെറിയ ചെറിയ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് വെറുതെ വായിച്ചിട്ടോ. 1278 ടു 1972 ഇതോടെ കിടക്കട്ടെ. എനിവേ അവൈലബിൾ ഡയമീറ്റേഴ്സ് വേരി ചെയ്യുന്നത് 1 mm തൊട്ട് 6.3 mm വരെയാണെന്ന് ഞാൻ പഠിച്ചു. ഇതിൽ 4 എന്ന് പറയുന്ന വാല്യൂ നമ്മളൊന്ന് എടുക്കാം. ഈ 4ൽ താഴോട്ടാണ്, അതായത് ലെഫ്റ്റ് വാർഡ് വെൽഡിംഗിൽ അപ് ടു 4 mm റോഡ്സ് ആണ് യൂസ് ചെയ്യുക. റൈറ്റ് വാർഡ് ടെക്നിക്കല് അപ് ടു 6.3 ആണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഈ രണ്ട് വാല്യൂ ഓർത്തിരുന്നോ. ലെഫ്റ്റ് വാർഡ് വെൽഡിംഗിൽ ലെഫ്റ്റ് വാർഡിൽ അപ് ടു 4, റൈറ്റ് വാർഡിൽ അപ് ടു 6.3. ഇനി മൈൽഡ് സ്റ്റീൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്ന മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഡയമീറ്റർ മാത്രമാണ്. ദാറ്റ് ഈസ് 1.6 mm ആൻഡ് 3.15 mm. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ പിന്നെ നമുക്ക് മൈൽഡ് സ്റ്റീലില് 4 mm മേലോട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, സാധാരണഗതിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല.
സ്റ്റാൻഡേർഡ് ലെങ്ത് എന്ന് പറയുന്നത് 500 തൊട്ട് 1000 വരെയാണ്. 500 തൊട്ട് 1000 വരെയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളാം? ഈ പോയിന്റ് സ്റ്റാർ ഇട്ട് വെച്ചോളാം. ഓക്കെ, 4 എന്ന് പറയുന്ന വാല്യൂ സ്റ്റാർ ആണ്. ക്ലിയർ? ക്ലിയർ? റൈറ്റ് വാർഡ് 6.3, ലെഫ്റ്റ് വാർഡ് 4 mm. കാരണം നമ്മൾ ലെഫ്റ്റ് വാർഡും റൈറ്റ് വാർഡും പഠിച്ച സമയത്ത് 5 mm താഴെയുള്ള തിക്നെസ് ഉള്ള പ്ലേറ്റുകളാണ് ലെഫ്റ്റ് വാർഡ് ടെക്നിക്കിൽ. 5 mm മുകളിലോട്ട് നമ്മൾ റൈറ്റ് വാർഡ് ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ ലെഫ്റ്റ് വാർഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയ ഫില്ലർ റോഡ് എന്ന് പറയുന്നത് 4 mm ആണ്, അപ് ടു 4 mm ആണ്. ഫോർ റൈറ്റ് വാർഡ് എന്ന് പറയുന്നത് അപ് ടു 6.3 mm ആണ്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ലെങ്ത് അവൈലബിൾ 500 തൊട്ട് 1000 വരെയാണ്. മനസ്സിലാക്കി വെക്കുക. 500 അല്ലെങ്കിൽ 1000, 500 ഓർ 1000. ഇനി ഞാൻ പറഞ്ഞു മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡുകളെ കുറിച്ച് പറഞ്ഞു. മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡുകളിൽ നമ്മൾ ഒരു കോപ്പർ കോട്ടിംഗ് കൊടുക്കുമ്പോൾ അതിന്റെ പേര് CCMS എന്നായിട്ട് മാറും. ഓക്കെ, മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡുകളിൽ നമ്മൾ കോപ്പറിന്റെ കോട്ടിംഗ് കൊടുക്കുമ്പോൾ അതിന്റെ പേര് എന്തായിട്ട് മാറും? കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ എന്നായിട്ട് മാറുന്നു. കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ എന്നായി മാറുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർ കോട്ടിംഗ് കൊടുക്കുന്നത്? പ്രിവെന്റ് ഓക്സിഡേഷൻ, ടു ഇംപ്രൂവ് സ്റ്റോറേജ് ലൈഫ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? ഞാൻ പറയുന്ന പോയിന്റുകളെല്ലാം ക്ലിയർ അല്ലേ? സൗണ്ട് കുറവാണ്. ഇപ്പോഴും സൗണ്ട് കുറവാണ്. ഇപ്പോൾ കുറവാണോ? ഓക്കെ ആണ്, അല്ല ക്ലിയർ. ദിസ് ഇസ് ലൈവ് ക്ലാസ് വീഡിയോ PPT അവൈലബിൾ ഇൻ അപ്പ് ക്ലാസ്. ഷുവർ, സാധാരണ രീതി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കിട്ടും. ഓക്കെ, ഇഷ്യൂ ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ എവിടെ വരെ നിർത്തിയിരുന്നത്? അതായത് കോമൺലി യൂസ്ഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ് CCMS എന്ന് പറഞ്ഞാൽ കോപ്പർ കോട്ടൺ മൈൽഡ് സ്റ്റീൽ ആണ്. മനസ്സിലാക്കി വെക്കുക. കോപ്പർ കോട്ടൺ മൈൽഡ് സ്റ്റീൽ 1.6 mm-ന്റെയും 3.15 mm-ന്റെയും ആണ് ഇത് അവൈലബിലിറ്റി ഉള്ളൂ. മനസ്സിലാക്കി വെക്കുക. ഇനി സ്റ്റോറേജ് ഓഫ് ഫില്ലർ റോഡ് എങ്ങനെ വേണം സ്റ്റോർ ചെയ്യാൻ? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു സീൽഡ് പ്ലാസ്റ്റിക് കവറിൽ വേണം സ്റ്റോർ ചെയ്യാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ റസ്റ്റിംഗ് ഉണ്ടാവാൻ പാടില്ല, കണ്ടാമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ഈ ഫില്ലർ റോഡിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം വെൽഡിംഗ് റോഡ് എന്നും പറയാം. ഫില്ലർ റോഡിന് നമുക്ക് വെൽഡിംഗ് റോഡ് എന്നും പറയാം. ഓർത്തിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ലെഫ്റ്റ് വാർഡ് ടെക്നിക് എന്ന് പറയുന്നത് അപ് ടു 4 mm ഫോർ തിൻ പ്ലേറ്റ്സ്, റൈറ്റ് വാർഡ് ടെക്നിക് അപ് ടു 6.3 mm. എന്തിനിടെയാണ്? ഫില്ലർ റോഡ് സൈസ് ആണ് കേട്ടോ, നോട്ട് പ്ലേറ്റ് തിക്നെസ്. അപ് ടു 4 mm ഫില്ലർ റോഡ് ഫോർ ലെഫ്റ്റ് വാർഡ്, അപ് ടു 6.3 mm ഫില്ലർ റോഡ് ഫോർ റൈറ്റ് വാർഡ്. കാസ്റ്റ് അയൺ വെൽഡിങ്ങിന് 6 mm and above, 6 mm and above മാത്രമേ കാസ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീൽ 2 ഫില്ലർ റോഡുകളെ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. അത് 1.6 mm-ഉം 3.15 mm-ഉം ആയിരിക്കും. ഈ മൈൽഡ് സ്റ്റീലിൽ നമുക്ക് CCMS റോഡുകൾ യൂസ് ചെയ്യാം, കോപ്പർ കോട്ടഡ് എന്ത് ചെയ്യാം, ഫില്ലർ റോഡുകൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഫില്ലർ റോഡ് ഏതൊക്കെയാണ്? ടൈപ്സ് പഠിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. 4 ടൈപ്പാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. അതിൽ ഒന്ന് ഫെറസ് ഫില്ലർ റോഡാണ്, രണ്ടാമത് നോൺ ഫെറസ് ഫില്ലർ റോഡാണ്. ഫെറസ് ഫില്ലർ റോഡ് എന്ന് പറഞ്ഞാൽ മേജർ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അയൺ ആയിരിക്കും. മേജർ കോമ്പോസിഷൻ അയൺ ആയിരിക്കും. പിന്നെ അതിൽ കാർബൺ, സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതായത് സ്റ്റീല്, അയൺ ബേസ്ഡ് മെറ്റൽസ് ഒക്കെ നമ്മൾ വെൽഡ് ചെയ്യുമ്പോഴാണ് ഈ ഫെറസ് ഫില്ലർ റോഡുകൾ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, കാരണം വെൽഡിംഗ് സ്റ്റീൽ ആൻഡ് അയൺ ബേസ്ഡ് മെറ്റൽ, ഇറ്റ് മീൻസ് മെറ്റൽ നമ്മൾ ഏത് മെറ്റീരിയലാണോ വെൽഡ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കെമിക്കൽ കോമ്പോസിഷനും മെറ്റീരിയൽ കോമ്പോസിഷനും നമ്മുടെ ഫില്ലർ റോഡിന്റെ മെറ്റീരിയൽ കോമ്പോസിഷനും സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. ഈ നോൺ ഫെറസ് ഫില്ലർ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫെറസ് മെറ്റൽസ് ഉപയോഗിക്കുന്നു. കോപ്പർ, അലൂമിനിയം, സിങ്ക്, ലെഡ് തുടങ്ങിയത്. ഇതിന്റെ കൂടെ അലോയിങ് എലമെന്റ്സ് ആയിട്ട് നിക്കൽ, മാംഗനീസ്, സിലിക്കൺ തുടങ്ങിയത് നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് നെക്സ്റ്റ് വരുന്ന അലോയ് ഫില്ലർ റോഡ് ഫോർ ഫെറസ്, അലോയ് ഫില്ലർ റോഡ് ഫോർ നോൺ ഫെറസ്. ഓക്കെ, അലോയ് ഫില്ലർ റോഡ് ഫോർ ഫെറസിൽ വരുന്നതാണ് അയേൺ പ്ലസ് അലോയിങ് എലമെന്റ് ലൈക്ക് കാർബൺ, സിലിക്കൺ, മാംഗനീസ്, നിക്കൽ, ക്രോമിയം, മൊളിബ്ഡിനം തുടങ്ങി. എന്തിനാണ്? കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടണം, സ്ട്രെങ്ത് കൂട്ടണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട്. ഇനി അലോയ് ഫില്ലർ റോഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽസ് ഉണ്ട്. അതായത് നോൺ ഫെറസ് മെറ്റൽസ് പ്ലസ് അലോയിങ് എലമെന്റ്. പ്രധാനമായിട്ടും കോപ്പർ, അലൂമിനിയം ഒക്കെയാണ് നോൺ ഫെറസ് മെറ്റൽ ആയിട്ട് പാരന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കോപ്പർ അലോയ് വിത്ത് അലൂമിനിയം, ടിൻ, സിങ്ക്, അലൂമിനിയം അലോയ് വിത്ത് മഗ്നീഷ്യം, സിലിക്കൺ എക്സെട്ര, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? നോൺ ഫെറസ് മെറ്റൽസിന്റെ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ അലോയ് ഫില്ലർ റോഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ കയറി വരാറില്ല. ബട്ട്
ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫില്ലർ റോഡുകൾ നമ്മളൊരു വലിയ ചാർട്ടായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പൊ ഇപ്പോ നമ്മളൊരു ഫില്ലർ റോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നോക്കേണ്ടതുണ്ട് എന്നുണ്ട് അല്ലെ, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ അതായത് നമുക്ക് കൃത്യമായിട്ട് ഫില്ലർ റോഡ് ഫസ്റ്റ് ഇത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഫില്ലറിന്റെ കോമ്പോസിഷൻ ഷുഡ് മാച്ച് വിത്ത് ബേസ് മെറ്റൽ കോമ്പോസിഷൻ. ഇതാണ് ഒരു പ്രൈമറി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത്. എങ്കിൽ മാത്രമാണ് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫക്ട് ഫ്രീ ആയിട്ടുള്ള വെൽഡ് നമുക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അതല്ല, ഒരു റോങ് ചോയ്സ് ആണ് വന്നത്, നമുക്ക് കൃത്യമായ ഫില്ലർ റോഡ് ചൂസ് ചെയ്തില്ല, വെൽഡിംഗ് ഫെയിലർ സംഭവിക്കും, ക്രാക്ക്, കൊറോഷൻ, വീക്ക് ജോയിന്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, വീണ്ടും റിപ്പയർ ചെയ്യണം. കാരണം നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താ അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് വീണ്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിപ്പയർ വർക്കിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫില്ലർ റോഡുകൾ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇത് സെലക്ഷൻ ചെയ്യുന്നതിന് രണ്ട് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് IS 1278, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, IS 1278 1972. എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്യാസ് വെൽഡിംഗ് ഫില്ലർ റോഡുകളെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഗ്യാസ് വെൽഡിംഗ് ഫില്ലർ റോഡുകളെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് 2927 1975 എന്ന് പറയുന്നത് ബ്രേസിംഗ് ഫില്ലർ റോഡുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ബ്രേസിംഗ് ഫില്ലർ റോഡ്സ്. ഓക്കെ, 1278 1972 ഗ്യാസ് വെൽഡിംഗ് ഫില്ലർ റോഡുകളും 2927 1975 ബ്രേസിംഗ് ഫില്ലർ റോഡുകളെ കുറിച്ചും പറയുന്നു. അപ്പൊ ഈ രണ്ട് സ്റ്റാൻഡേർഡ് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, ഈ പറഞ്ഞ പോലെ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം? ഒന്ന്, ടൈപ്പ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ബേസ് മെറ്റലിന്റെ തിക്നെസ് എത്രയാണ്, എഡ്ജ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഈ നമ്മുടെ വെൽഡ് എന്ന് പറയുന്നത് റൂട്ട് റൺ ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, ഫൈൻ റൺ ആണോ, എന്താണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ, അതുപോലെ വെൽഡിങ്ങിന്റെ പൊസിഷൻ എന്താണ്, ഫ്ലാറ്റ്, വെർട്ടിക്കൽ ആണോ, ഓവർ ഹെഡ് ആണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ക്ലിയർ. ഇനിയുള്ള ചാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാർട്ടാണ്. കുറച്ച് ഒരു ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ചാർട്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സബ്ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഈ സബ്ഡിവൈഡ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫില്ലർ റോഡ് യൂസ് ചെയ്യുന്നു, എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ, എന്താണ് അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലെക്സ്, ഇങ്ങനെയാണ് ഇത് പറഞ്ഞു പോകുന്നത്, ആ ചാർട്ട് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്ലെക്സ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ടൈപ്പ് ഓഫ് ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ്സും കൂടെ നമ്മൾ പോകുന്നതായിരിക്കും. ബിഫോർ ദാറ്റ്, എന്താണ് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു കെമിക്കൽ ഏജന്റ് ആണ്. ഈ കെമിക്കൽ ഏജന്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? വെൽഡിങ്ങോ ബ്രേസിങ്ങോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്സൈഡ്സ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യണം, ഓക്സിഡേഷനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫില്ലർ റോഡ് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ബോണ്ടുകളിലേക്ക് ഇറങ്ങണം. എങ്കിൽ മാത്രമാണ് നമുക്കൊരു യൂണിഫോം സ്ട്രെങ്ത് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യൂണിഫോം സ്ട്രെങ്ത് നമുക്കവിടെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഫില്ലർ റോഡ് അവിടെ ഫ്ലോ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കെമിക്കൽ ഏജന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ചില ഫില്ലർ റോഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെക്സ് ആവശ്യമില്ല, ചില നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, എനിവേ നമ്മൾ ഇതിനെ ഒന്ന് സബ്ഡിവൈഡ് ചെയ്യുന്നു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡുകൾ, MS ഫില്ലർ റോഡുകൾ. നമ്മൾ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീൽ ആണ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതിൽ തന്നെ ടൈപ്പ് FS1 ടൈപ്പ് FS2 ഉണ്ട്. ടൈപ്പ് FS1 എന്ന് പറഞ്ഞാൽ 35 kg/mm² ആണ് അവിടുത്തെ ടെൻസൈൽ സ്ട്രെങ്ത് വരുന്നത്. ടൈപ്പ് FS2 എന്ന് പറഞ്ഞാൽ 44 kg/mm² ആണ് അവിടുത്തെ ടെൻസൈൽ സ്ട്രെങ്ത് വരുന്നത്. ക്ലിയർ. ഇത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. ജനറൽ പർപ്പസ് മൈൽഡ് സ്റ്റീൽ വെൽഡിംഗ് 35 kg/mm² ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ടൈപ്പ് SFS1. ടൈപ്പ് SFS2 44 kg/mm² ആണ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അവിടെ എന്ത് വേണ്ട, ഫ്ലെക്സിന്റെ ആവശ്യം വരുന്നില്ല. പിന്നീട് നമുക്ക് ഈ രണ്ട് വാല്യൂ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 35 and 44. 35 and 44 is very very important. Clear? Very 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 important. 35 and 44. നെക്സ്റ്റ് ആണ് അലോയ് ആൻഡ് സ്പെഷ്യൽ സ്റ്റീൽ ഫില്ലർ റോഡുകൾ. ഇതിനെ നമുക്ക് വിയർ റെസിസ്റ്റന്റ് അലോയ് സ്റ്റീൽ ആയിട്ടും 3% നിക്കൽ ഉള്ളതായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ളതായിട്ടും അങ്ങനെ പലതായിട്ട് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാം. കാരണം ഞാൻ പറഞ്ഞ ഒരുപാടുള്ളത് കൊണ്ട് അതിന്റെ ഡിഫിക്കൽട്ടി ഉണ്ട്. ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് മാത്രം പറയാം. പിന്നെ കോപ്പർ ആൻഡ് കോപ്പർ അലോയ്സ് വരുന്നുണ്ട്. ഹാർഡ് ഫേസിംഗ് അലോയ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സെലൈറ്റ് എന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അബ്രാക്ഷൻ അല്ലെങ്കിൽ ഷോക്ക് റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ സെലൈറ്റ് ഗ്രേഡുകൾ യൂസ് ചെയ്യുന്നത്. അവിടെയും നമുക്ക് എന്ത് വേണ്ട, ഒരു ഫ്ലെക്സിന്റെ ആവശ്യം കാര്യമായിട്ട് വരുന്നില്ല.
ഓക്കെ. പിന്നെ സിൽവർ കോപ്പർ അലോയ്സ്, അതായത് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഒക്കെ ജോയിൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതലായിട്ട് സിൽവർ കോപ്പർ അലോയ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ 61% സിൽവർ ഉള്ളത് ഇലക്ട്രിക്കൽ കമ്പോണൻസിനും 43% സിൽവർ ഉള്ളത് ജനറൽ പർപ്പസ് ബ്രേസിംഗ് അലോയ് ആയിട്ടും യൂസ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. അപ്പം ഇതൊരു എന്താ പറയാ, ഒരു വലിയ ടേബിൾ ആണ്. ഇറ്റ്സ് എ ബിഗ് ടേബിൾ. ഈ ടേബിളിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി. ഈ രണ്ട് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം മോസ്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ വരാൻ പ്രോബബിലിറ്റി ഉള്ളതും മൈൽഡ് സ്റ്റീൽ പില്ലർ റോഡുകളെ കുറിച്ചായിരിക്കും. ഓക്കെ 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 പില്ലർ റോഡിന്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ കിട്ടിയോ? പില്ലർ റോഡുകളെ കുറിച്ചുള്ള ഒരു ബേസിക് ഔട്ട്ലൈൻ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. ഓക്കെ. അതുപോലെ കാസ്റ്റ് ആൻഡ് പില്ലർ റോഡുകൾ ഹൈ സിലിക്കൺ കാസ്റ്റ് ആൻഡ് യൂസ് ചെയ്യുന്നത് മെഷീനിങ് ആവശ്യമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ നമുക്ക് കാസ്റ്റ് ആൻഡ് നമുക്ക് ഫ്ലക്സ് ആവശ്യമുണ്ട്. ഫ്ലക്സ് ഇസ് നെസസറി. ഫ്ലക്സ് നെസസറി. Anyway, first question. What is the primary purpose of using pillar rods in gas welding? What is the primary purpose of using pillar rods in gas welding? Answer here. Number one, select to provide additional metal and control the properties of the weld is the right answer. Okay. Next question. According to IS 1278-1972, 1278-1972, which of the following is not a standard dia size of the pillar rod? 2, 3.15, 4.75, 6.3. Number 2, കാരണം 2, 3.15, 6.3 നമ്മൾ കൃത്യമായി പഠിച്ച വാല്യൂസ് ആണ്. 4.75 നമ്മുടെ വാല്യൂസിലൊന്നും ഉണ്ടായില്ല. സോ ദാറ്റ് വിൽ ബി ദ റൈറ്റ് ക്വസ്റ്റ്യൻ. What is the usual size of mild steel pillar rods used in gas welding? 1 and 2, 1.6 and 3.15, 2.5 and 5, 4 and 6.3. Number 3. .6 and 3.15 will be the right answer. Question. Why are mild steel pillar rods given a thin copper coating? To increase their weight, to improve their melting point, to protect them from oxidation during storage, to enhance their cutting ability. Number 4. എന്തിനാണ് കോപ്പർ കോട്ടിംഗ് കൊടുക്കുന്നത് അല്ലേ? See, next question. What is the standard length of pillar rods used in gas welding? 100 no, 300 no, 1500 no. ഏതാണ്? 500 and 9. Question. Which of the following pillar rod sizes used for left-ward technique in gas welding? Up to 2, up to 5, to 6.3 is for right-ward. The question left-ward ആണ്. ഏതാണ്? To 4 ആണ്. Question. For right-ward gas welding technique, what is the maximum pillar rod size that can be used? For right-ward gas welding technique, what is the maximum pillar rod size that can be used? 2.5, 4, 6.3 or 10? Is 6.3 will be the right question. How should pillar rods be stored before use? In wooden boxes, in sealed plastic covers, in open racks for easy access, in water containers. Sealed plastic covers to avoid contamination. Next question. Which of the following is a major element in ferrous pillar rods? Aluminium, iron, copper, zinc. The following is a major element in ferrous pillar rods. Iron is the right question.
Non-porous pillar rods are mainly composed of which metals? Iron and carbon, copper and aluminium, nickel and chromium, manganese and molybdenum. Non-porous-നെ കുറിച്ചാണ് ഇന്ന് വിട്ടേക്കുക. ഏതാണ്? മെയിൻലി കോമ്പോസ്, കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം, കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How should pillar rods be stored to prevent deterioration? In water tanks, in open air under sunlight, in clean, dry condition, preferably with absorbed like silica gel mixed together in a single container. C. Okay. Next, very important question. കാരണം പില്ലർ റോഡുകളെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ കയറി വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ വാട്ട് ഇസ് ദ നെസസിറ്റി ഓഫ് പില്ലർ റോഡ്സ് ഇസ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ദെൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് സ്റ്റാൻഡേർഡ് ലെങ്ത് അറിഞ്ഞിരിക്കണം. ദെൻ പിന്നെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പില്ലർ റോഡിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും വലിയൊരു ചാർട്ട് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പഠിക്കാനുണ്ടോ, കാരണം അതെല്ലാം നമുക്ക് ബൈഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ, അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ബട്ട് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് മൈൽഡ് സ്റ്റീൽ പില്ലർ റോഡുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹാർഡ് ഫേസിംഗ് അലോയ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സ് വേണ്ടതാണ്, നമ്മുടെ മെഷീനിങ് വേണ്ടതാണ്, നമ്മുടെ കാസ്റ്റൈൻ ആഡ് ചെയ്തിട്ടുള്ള പില്ലർ റോഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം കൃത്യമായി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. വിച്ച് പില്ലർ റോഡ് ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് മൈൽഡ് സ്റ്റീൽ വിത്ത് എ മിനിമം ബട്ട് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് 35 kg/cm². Type FS2, no. FS3, FS4 നമ്മൾ പഠിച്ചിട്ടില്ല. So FS1 will be the right answer. Okay. Number 13. What is the minimum butt weld tensile strength required when using mild steel type as FS2 pillar rod? ഏതായാലും 44 kg/cm² will be the right answer in this question. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ പോയിന്റുകൾ ഉണ്ടായിരുന്നു. ടൈപ്പ് ഓഫ് പില്ലർ റോഡുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഫെറസ്, നോൺ ഫെറസ്, അലോയ് പില്ലർ റോഡ് ഫോർ നോൺ ഫെറസ്, അലോയ് പില്ലർ ഫോർ ഫെറസ്, സെലക്ഷൻ ക്രൈറ്റീരിയ, ഈ റോങ് ചോയ്സ് വന്നത് സംഭവിക്കും. സ്റ്റാൻഡേർഡ് രണ്ടെണ്ണമാണ്, IS 1278 1972, 2927 1975. 1278 1972 ഗ്യാസ് ബിൽഡിംഗ് പില്ലർ റോഡുകൾ ആയിരുന്നുവെങ്കിൽ 2927 1975 ബ്രേസിംഗ് പില്ലർ റോഡുകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക, കൺസിഡർ ചെയ്യണം എന്നുള്ളത്. പിന്നെ കേരള മെയിൻസിൽ വരുന്നതാണ്, ക്ലീൻ ആൻഡ് ഡ്രൈ കണ്ടീഷനിൽ വേണം. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പില്ലർ റോഡ് ഒരിക്കലും മിക്സപ്പ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഇതിലൊരു പാക്കേജ് ആൻഡ് ലേബിൾസ് ഉണ്ടായിരിക്കണം ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. സിലിക്ക ജെൽ ഇതിൽ എന്തെങ്കിലും മോഷൻ ഉണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ റസ്റ്റ്, ഓയിൽ, ഗ്രീസ്, സ്കെയില്, ഡേർട്ട്, ഇതൊന്നും അതിൽ ഉണ്ടാവരുത് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് ബേസിക്കലി പില്ലർ റോഡ് എന്ന് പറയുന്നത് മെറ്റാലിക് വൈ യൂസ് ഡിപ്പോസിറ്റ് മെറ്റൽ ഇൻ ജോയിന്റ്സ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സെലക്ഷൻ റൂൾ മാൻഡേറ്ററി ആണ്. മാച്ച് റോഡ് കോമ്പോസിഷൻ വിത്ത് ബേസ് മെറ്റൽ അല്ലെ, അതായത് റോഡിന്റെ കോമ്പോസിഷനും, അതായത് നമ്മുടെ വെൽഡിംഗ് റോഡിന്റെ കോമ്പോസിഷനും ബേസ് മെറ്റലിന്റെ കോമ്പോസിഷനും മാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ക്ലിയർ? ഫ്ലെക്സ് എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ഇത് പഠിച്ചതിൽ നമുക്ക് മൈൽഡ് സ്റ്റീലിന് ഫ്ലെക്സ് വേണ്ട, വി റെസിസ്റ്റ് സ്റ്റീലിന് ഫ്ലെക്സ് വേണ്ട. പ്രധാനമായിട്ട് കോപ്പർ, ബ്രാസ്, കാസ്റ്റൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് വേണ്ടി വരുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഫ്ലെക്സ് ആവശ്യമായി വരുന്നു. സെലൈറ്റ് ഫ്ലെക്സ് വേണ്ട. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഫ്ലെക്സ് നോട്ട് റിക്വയർഡ് ഫോർ മൈൽഡ് സ്റ്റീൽ, വി റെസിസ്റ്റന്റ് സ്റ്റീൽ, പ്യൂർ കോപ്പർ സംടൈംസ് എന്ന് വേണമെങ്കിൽ പറയാം. സെലൈറ്റ് ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ മാത്രമേ നമുക്കത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടേബിള് നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കി മാത്രം പഠിക്കാം, കാരണം അത് നമുക്ക് ഒരുപാട് സമയം പോകും മൊത്തം കാണാതെ പഠിക്കുക എന്ന് പറയും. ഓക്കെ, ഇത്രയും സമയം കൊണ്ട് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പഠിക്കാം, ബട്ട് അത് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ പഠിച്ചു പോവുകയും വേണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ എടുത്ത ക്ലാസ്സിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി നമ്മുടെ എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിച്ചതിലും ഇനിയൊരു ഫ്ലെക്സിന്റെ ഒരു ക്ലാസ് ഉണ്ട്, അത് ഞാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ റെക്കോർഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ നമുക്ക് മോഡ്യൂൾ അടുത്തന്നെ, ഈ മോഡ്യൂൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന മോഡ്യൂൾ പെട്ടെന്ന് തന്നെ തീരും. അത് കഴിഞ്ഞ് ആർക്ക് വെൽഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആർക്ക് വെൽഡിംഗ് ആണ് പിന്നെ ഇച്ചിരി ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള മോഡ്യൂളുള്ളൂ, ബാക്കിയെല്ലാം പടപെടാൻ തീരുന്ന മോഡ്യൂൾസ് ആണ്, വലിയ ഡിഫിക്കൽറ്റി ഇല്ല പിന്നെയുള്ള മോഡ്യൂൾസ്. ഗ്യാസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ് മാത്രമാണ് ലെങ്ത് ഉള്ളൂ, ബാക്കിയെല്ലാം തന്നെ പെട്ടെന്ന് തീരുന്ന ടോപ്പിക്കുകളാണ്. ഇപ്പൊ സ്പെഷ്യൽ വെൽഡിംഗ് ടോപ്പിക്കുകൾ, വെൽഡിംഗ് മെത്തേഡ്സ് അത്രേ ഉള്ളൂ, വേറെ ഒന്നും പഠിക്കാനൊന്നുമില്ല. കിട്ടുമല്ലോ.
PSC വെരി വെരി ഫാസ്റ്റ്. ഞാൻ അതുകൊണ്ടാണ് നിതിൻ പറഞ്ഞത് പാരലി നമ്മുടെ റെക്കോർഡ് സെക്ഷൻ കിടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ തന്നെ റെക്കോർഡ് സെക്ഷൻ കിടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് നല്ല രീതിയിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അറ്റ് എൻഡ് ഓഫ് ദി ക്ലാസ് തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടോ, സിലബസിൽ നിന്ന് എന്തൊക്കെ വരാൻ സാധ്യത, അത് മാക്സിമം കളക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിലെല്ലാം കവേർഡാണ്. ഓക്കെ, സെയിം ടോപ്പിക്സ് ആണ്. നമുക്ക് അതിലൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. അതിൽ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. മറ്റതിലെ റെക്കോർഡ് സെക്ഷൻസിൽ കുറച്ച് കൂടുതൽ ഉണ്ടെന്നുള്ളൂ. പിന്നെ അതിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തില്ലേ, അത് എക്സാക്ട്ലി സിലബസ് തന്നെ, അതായത് ഈ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെയിം സിലബസ് തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്തതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് പാരലയും കൂടെ നോക്കി പോകുന്നത് ഒരു പക്കാ റിവിഷനെ സഹായിക്കും. ഓക്കെ, പ്രശ്നമുള്ള കാര്യമില്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു മനസ്സുണ്ടായാൽ മതി, വേറെ ഒന്നുമില്ല. കാരണം ഇതാ സിംപ്ലി ഇതൊരു 1 ഇയർ കോഴ്സാണ് അല്ലേ. സിലബസ് ഷെയർ ചെയ്യാം, ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ തോന്നുന്നു, ഞാൻ ഒന്നുകൂടാം. നമ്മളിപ്പം എടുത്തോണ്ടിരിക്കുന്ന സെയിം സിലബസ്, മാറ്റമൊന്നുമില്ല. ഡൗൺലോഡിംഗ് ഓപ്ഷൻ തൽക്കാലം അത് പ്രിവെന്റ് ചെയ്ത് എടുക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലാണ്ട് തന്നെ അത് ഷെയർ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പെട്ടെന്ന് തന്നെ കണ്ടക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇനി എന്തെങ്കിലും ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ, ലൈക്ക് ഇപ്പം ഓണത്തിന് വെക്കേഷൻ 4 ദിവസം അടുപ്പിച്ച് എനിക്ക് ലീവ് വരികയാണ്, മീൻസ് ഫ്രീ ആണ് എല്ലാവരും, അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓണത്തിന്റെ അന്ന് ക്ലാസ് ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ കുറച്ച് ക്ലാസ് നമ്മൾ കൂടുതലായിട്ട് എടുക്കും. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മളൊരു ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്, ചൊവ്വയും വ്യാഴവും പറഞ്ഞിട്ടുണ്ട്. ബട്ട് സംടൈംസ് നമുക്ക് അതല്ലാതെയും ഈ സൺഡേ ഇന്ന് രാവിലെ ക്ലാസ് വെച്ചു. അപ്പൊ അതുപോലെയുള്ള ക്ലാസ്സുകൾ ഇപ്പൊ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്ന പോലെ എന്ന് വിചാരിച്ചാൽ മതി. പെട്ടെന്ന് ഇങ്ങനെ എക്സാം വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. PSC ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു 2024 നോട്ടിഫിക്കേഷനിലെ AEയുടെ എക്സാമിനേഷന്റെ കലണ്ടർ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് AE ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ, ഡേറ്റ് വന്നിട്ടില്ലല്ലോ. അതുപോലെ നവംബർ കലണ്ടർ PSC തുടക്കത്തിലിട്ടാലും 2025 നോട്ടിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞതുപോലെ PSC ഒക്കെ വളരെ അടിപൊളിയായി പോയി. കഴിഞ്ഞ തവണ എനിക്കൊന്ന് 2 നോട്ടിഫിക്കേഷൻ വന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ് വെൽഡറിന്റെ എക്സാമിനേഷൻ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വന്നു, അപ്പൊ തന്നെ എക്സാം പോയി. ഓക്കെ, നല്ലത് എന്താണെന്ന് വിചാരിക്കാം. എത്രയും പെട്ടെന്ന് അടുത്ത ലിസ്റ്റ് വരട്ടെ, എത്രയും പെട്ടെന്ന് ജോലിക്ക് വരാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഫൈൻ, റൈറ്റ്. പിന്നെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 3 പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ പഠിച്ചോളൂ കേട്ടോ. സെപ്റ്റംബറിലാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ജയവളുടെ ലിസ്റ്റ് എക്സ്പയറി സെപ്റ്റംബറിലാണെന്നാണ് എൻ്റെ വിശ്വാസം. സെപ്റ്റംബർ ഒക്ടോബർ ഫസ്റ്റ്, സെപ്റ്റംബർ ലാസ്റ്റോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റോ ആണ്. ഞാൻ അപ്പുറത്തോട്ട് പോകില്ല. ഓക്കെ, ഓക്കെ. റിയാസ്, അത് ഞാൻ പറഞ്ഞില്ല റിയാസ്, ഇപ്പൊ ഓൾറെഡി നമ്മൾ ഓരോ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനെ കൺസോളിഡേറ്റ് ചെയ്യാമോ, മോഡൽ വൈസ് കൺസോളിഡേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ. അത് നമുക്ക് അപ്പോഴേക്കും എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ലാസ്റ്റ് മന്ത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകണ്ടെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പോരെ റിയാസ്? പിന്നെ നമ്മുടെ നിമിയുടെ അസൈൻമെന്റ് ബുക്ക് മൊത്തം സോൾവ് ചെയ്തിരിക്കുന്നത്, അല്ല അത് ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് ഫ്രൈഡേ എന്ന രീതിയിലല്ല, എപ്പോഴാണോ നമുക്ക് ഫ്രീ ടൈം ഉള്ളത് ആ രീതിയിൽ എടുക്കാന്ന് ഉദ്ദേശിച്ചത്. ഫ്രൈഡേ നമുക്ക് ഓൾറെഡി ഗ്രേഡ് 3 ക്ലാസ് പോകുന്നതുകൊണ്ടാണ് നമുക്ക് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഒക്കെ വെക്കേണ്ടി വരുന്നത്.
ഗ്രേഡ് 3 സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് നോട്ട് എ ബിഗ് ഡീൽ. അത് വളരെ ചെറിയൊരു സിലബസ് ആണ്. ബട്ട് നമ്മളെ സംബന്ധിച്ച് അതല്ല, നമ്മുടെ വരച്ച് വലിയ സിലബസ് ആണ്. കമ്പയർ ടു കമ്പയർ ചെയ്യും. നോക്കാം സജീവ്, നമുക്ക് എല്ലാം സൗകര്യം പോലെ ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ റെക്കോർഡ് കാണാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ എനിവേ ഞാൻ എല്ലാം വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ. പഠിച്ചു തുടങ്ങിക്കോട്ടെ എല്ലാവരും.